ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണനീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. കുടുംബജീവിതം എങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹയുടെ രക്ഷാസുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നു. പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം എന്നേക്കും നിലനിൽക്കും. അത് കാറ്റടിച്ചാലും പ്രതികൂലങ്ങൾ വന്നാലും വെള്ളം പൊങ്ങിയാലും അത് തകർന്നു പോവുകയില്ല എന്ന് അവിടെ യേശു ക്രിസ്തു പഠിപ്പിക്കുകയാണ്. ഏതാണ് പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം? അതായത് ദൈവവചനമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവാകുന്ന അടിസ്ഥാനമേൽ പണിയപ്പെട്ട ഒരു കുടുംബജീവിതം, ആ കുടുംബജീവിതം എന്നേക്കും നിലനിൽക്കും. എന്ത് പ്രതികൂലങ്ങൾ വന്നാലും പ്രതിസന്ധി വന്നാലും തകരുകയില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഒരു കുടുംബജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്, ഒരു തലമുറയുടെ അടിത്തറ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ അനുഗ്രഹമാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ യേശുബാറസ്യയുടെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം, അല്ലെങ്കിൽ പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം, കർത്താവിന്റെ വചനങ്ങൾ പറയുന്നു: പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവരുടെ അടിത്തറ ഇളക്കും. അതായത് ഒരു കുടുംബജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്, ഒരു തലമുറയുടെ അടിത്തറ എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹമാണ്. മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം ഒരു കുടുംബത്തിൻ്റെ അടിത്തറയാണെങ്കിൽ ആ അടിത്തറ ഇളക്കുന്ന ഒന്നാണ് അവരുടെ ശാപം. മാതാപിതാക്കന്മാരുടെ ശാപം കുടുംബജീവിതത്തിൻ്റെ അടിത്തറ ഇളക്കും. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. കാരണം കുടുംബജീവിതം അനുഗ്രഹമായി തീരുന്നത്, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹത്തിന്മേലാണ്. അനുഗ്രഹം തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യണമെങ്കിൽ, ഒരു കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ആ അനുഗ്രഹം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ മാതാപിതാക്കൾ അനുഗ്രഹിക്കുന്നവരായി മാറണം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ എവിടെയാണ് അനുഗ്രഹം ഒഴുകുന്നത്, എവിടേക്കാണ് അനുഗ്രഹം ഒഴുകുന്നത് എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. അവിടെ പരിശുദ്ധനായ പത്രോസിലേക്ക് എഴുതിയിരിക്കുകയാണ്: നിങ്ങൾ ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കുവിൻ. അതുകൊണ്ട് മാതാപിതാക്കന്മാർ തിരിച്ചറിയണം, ഒരു കുടുംബജീവിതം അനുഗ്രഹമായി തീരുന്നത് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുന്നതിലൂടെയാണ്, മക്കളെ അനുഗ്രഹിക്കുന്നതിലൂടെയാണ്, തലമുറയെ അനുഗ്രഹിക്കുന്നതിലൂടെയാണ്. ഒരു കുടുംബത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ അനുഗ്രഹമാണ്. ഇന്ന് പല കുടുംബങ്ങളുടെയും തകർച്ചയുടെ മൂല കാരണം പരിശോധിച്ചാൽ മാതാപിതാക്കന്മാരുടെ ശാപമാണ്. അനുഗ്രഹത്തിന് പകരം ശാപത്തിൻ്റെ വാക്കുകൾ, ദോഷത്തിൻ്റെ വാക്കുകൾ, ശകാരത്തിൻ്റെ വാക്കുകൾ പറയുന്ന കുടുംബങ്ങൾ, തലമുറകൾ നാശത്തിൻ്റെ പടുകുഴിയിലാണ്. നമ്മൾ പരിശോധിക്കണം. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ പിതാവിൻ്റെ അനുഗ്രഹം ഒരു വ്യക്തിയെ ഉന്നതങ്ങളിലേക്ക് നയിക്കുമെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. പരസ്യ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു: പിതാവിൻ്റെ അനുഗ്രഹം ഉയരങ്ങളിന്മേൽ നിലനിർത്തും. അതായത് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം മക്കളെ ഉന്നതന്മാരാക്കി മാറ്റും, അവരുടെ തലമുറയെ ഉന്നതന്മാരാക്കി മാറ്റുമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? മാതാപിതാക്കളിൽ നിന്നാണ്. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളിൽ നിന്നാണ് അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഉണ്ടാകുന്നത്. ആരാണ് അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ? അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുന്ന, മക്കളെ അനുഗ്രഹിക്കുന്ന, തലമുറയെ അനുഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ. വചനം പറയുന്നു: വേര് വിശുദ്ധമെങ്കിൽ ശാഖകളും വിശുദ്ധമായിരിക്കും. മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിൽ, അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുന്നവരാണെങ്കിൽ, മക്കളെ അനുഗ്രഹിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ അവരുടെ തലമുറ അനുഗ്രഹമായിരിക്കും. വേര് വിശുദ്ധമെങ്കിൽ ശാഖകളും വിശുദ്ധമായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കളെ, നിങ്ങൾ മക്കളെ അനുഗ്രഹിക്കുന്നവരായി തീരണം. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 28-ാം വാക്യം: ഇസ്രായേൽ ഗോത്രം 12 ഇവയാകുന്നു. അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് ഇത് തന്നെ. അവൻ അവരിൽ ഓരോരുത്തന് അവനവൻ്റെ അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു. ഇസ്രായേൽ ഗോത്രം അനുഗ്രഹിക്കപ്പെടാൻ ഒരു മുഖാന്തരം കർത്താവിൻ്റെ വചനം പറയുകയാണ്.
പിതാക്കന്മാർ എന്ത് ചെയ്തു? ഓരോരുത്തരും അവനവൻ്റെ അനുഗ്രഹം കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു. പഴയ നിയമത്തിൽ തലമുറകളെ അനുഗ്രഹിക്കുന്ന മാതാപിതാക്കളെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇന്നിങ്ങനെ അനുഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ടോ? മക്കളെ വിളിച്ച് അവരെ മുന്നിൽ നിർത്തി അവരുടെ ശിരസിൽ കരം വെച്ച് അവരെ അനുഗ്രഹിച്ച് നീ ഒരു അനുഗ്രഹമായി തീരും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്ന മാതാപിതാക്കൾ ഇന്നുണ്ടോ? ഇന്ന് മക്കളുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് മക്കളുടെ കുറവുകൾ കണ്ടെത്തി അവരെ കുറ്റപ്പെടുത്തി, അവരെ നിന്ദിച്ച്, അവരെ പരിഹസിച്ച്, അവരെ അപമാനിച്ച്, അവരെ മാറ്റി നിർത്തുന്ന ഒരു മാതാപിതാക്കളാണോ സ്വയമെന്ന് പരിശോധിക്കുക. മക്കളെ ശിക്ഷിക്കണം, ബാലശിക്ഷ നൽകണമെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. കാരണം മകൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ബാല്യത്തിൽ മുതൽ ശിക്ഷണം നൽകണം. ശിക്ഷണം നൽകുന്ന മാതാപിതാക്കൾ അത് മക്കൾക്കൊരനുഗ്രഹമാണ്. ശിക്ഷണം നൽകാത്ത മാതാപിതാക്കൾ മക്കൾക്കൊരു ശാപമാണ്. പലപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കാതെ, അവരുടെ കാര്യം അന്വേഷിക്കാതെ, അവർ പോകുന്ന വഴിയിൽ പോകട്ടെ എന്നുള്ള മനോഭാവത്തോടെ മക്കളെ വളർത്തുമ്പോൾ അവർ ഒരു പ്രായത്തിൽ തിരിഞ്ഞ് മാതാപിതാക്കളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്: നിങ്ങൾ എന്നെ അന്ന് തല്ലിയിരുന്നെങ്കിൽ, നിങ്ങൾ എന്നെ നേർപാടിന് വളർത്തിയിരുന്നെങ്കിൽ, നിങ്ങൾ എന്നെ ശാസിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ എന്നെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആകുമായിരുന്നില്ല. അപ്പോൾ ബാല്യത്തിൽ മാതാപിതാക്കൾ മക്കളെ ശാസിക്കണം, ശിക്ഷിക്കണം, ബാലശിക്ഷ നൽകണം, ശിക്ഷണം നൽകണം. അത് മാതാപിതാക്കൾക്ക് മക്കളുടെ സ്നേഹമാണ്. അതായത് ഒരു അപ്പൻ മകനെ തല്ലുന്നത് സ്നേഹമുള്ളതുകൊണ്ടാണ്. സ്നേഹിക്കുന്ന അപ്പൻ മക്കളെ തല്ലും. ബാലശിക്ഷ നൽകുന്നത് സ്നേഹമുള്ളതുകൊണ്ടാണ്. എന്നാൽ അതോടൊപ്പം തന്നെ മക്കളെ അനുഗ്രഹിക്കുക കൂടി വേണം. തല്ലുന്ന മാതാപിതാക്കൾ മാത്രമായി മാറാതെ, കുറ്റപ്പെടുന്ന മാതാപിതാക്കൾ മാത്രമായി മാറാതെ, ശിക്ഷിക്കുന്ന മാതാപിതാക്കൾ മാത്രമായി മാറാതെ, അവരെ അനുഗ്രഹിക്കുന്ന, അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് അനുഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ കേട്ട് വളരുന്ന മക്കളായി തീരുവാൻ നമ്മുടെ മക്കൾ സാധിച്ചാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. ഇവിടെ മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിക്കണമെങ്കിൽ, അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയണമെങ്കിൽ മക്കൾ ചെയ്യേണ്ട ഒരു കടമയുണ്ട്. മക്കൾ എന്ത് ചെയ്യണം? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു: നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സുടിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തയുടെ ആദ്യ കൽപ്പനയാകുന്നു. അതായത് മാതാപിതാക്കന്മാരെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിക്കുമ്പോഴാണ് മാതാപിതാക്കളുടെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ മക്കളിലേക്ക് ഒഴുകുന്നത്. ഇന്ന് എൻ്റെ മാതാപിതാക്കൾ എന്നെ അനുഗ്രഹിക്കുന്നില്ല, എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുകയാണ്, നിന്ദിക്കുകയാണ്, പരിഹസിക്കുകയാണ്, എന്നെ വേദനിപ്പിക്കുകയാണ്, മുറിവേൽപ്പിക്കുകയാണ് എന്ന് ഏതെങ്കിലും മക്കൾ പറയുന്നുവെങ്കിൽ അതിൻ്റെ കാരണം മക്കൾ തന്നെയാണ്. മാതാപിതാക്കളെ സ്നേഹിക്കാത്ത, അംഗീകരിക്കാത്ത, അവരെ ബഹുമാനിക്കാത്ത മക്കൾക്കാണ് മാതാപിതാക്കളുടെ ശാപം, അനുഗ്രഹത്തിന് പകരം ശാപം കടന്നു വരുന്നത്. അപ്പോൾ ഇത് പരസ്പരം പൂരകമാണ്. ഒന്ന്, മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിക്കണം. ആ മക്കളെ അനുഗ്രഹിക്കണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? മാതാപിതാക്കളെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അംഗീകരിക്കണം. മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന മക്കൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്ന് നാം തിരിച്ചറിയണം. ശ്രദ്ധിക്കുക, ഇവിടെ വചനം പറയുകയാണ്: മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചാൽ, സ്നേഹിച്ചാൽ നിനക്ക് നന്മയുണ്ടാകും. ഒരു കുടുംബജീവിതത്തിൽ മക്കളെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ മക്കൾ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ മക്കൾ നന്മ അനുഭവിക്കും. അവർ ദീർഘായുസ്സുള്ളവരായി മാറും. അതായത് ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ആയുസ് അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ ദൈവം അവർക്ക് കൃപ നൽകും. പണ്ട് കാലങ്ങളിലൊക്കെ വാർദ്ധക്യ മരണമായിരുന്നു കൂടുതൽ. ഇന്ന് വാർദ്ധക്യ മരണത്തേക്കാൾ കൂടുതൽ യൗവന മരണമാണ്. ദൈവം നൽകിയിരിക്കുന്ന ആയുസ് അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ കഴിയാതെ, അതായത് ദൈവം നൽകിയ ആയുസ് തികയ്ക്കാൻ കഴിയാതെ യൗവനത്തിൽ മരണം വഴി വേർപെട്ടു പോകുന്ന അനേക ജീവിതങ്ങൾ. ഒരു കാരണം ഇതാണ്: മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാത്തവരുടെ ആയുസ് ദൈവം വെട്ടിക്കുറയ്ക്കുക. നിനക്ക് ദീർഘായുസ് ഉണ്ടായിരിക്കാൻ നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. ദൈവം നൽകിയ ആയുസ് അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാതാപിതാക്കന്മാരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഒരു കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുന്നത് പരസ്പരം സ്നേഹിക്കുമ്പോൾ, ബഹുമാനിക്കുമ്പോഴാണ്.
വീണ്ടും മാതാപിതാക്കന്മാരെ സ്നേഹിച്ച് അവരെ ബഹുമാനിച്ചാൽ അടുത്ത് കിട്ടുന്ന അനുഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. കർത്താവിന്റെ വചനം പറയുന്നു, ബാറസ്യരുടെ പുസ്തകം 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ പറയുന്നു, സ്വപിതാവിനെ ബഹുമാനിക്കുന്നവൻ്റെ കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടും, തൻ്റെ അമ്മയെ ബഹുമാനിക്കുന്നവൻ വലിയ നിക്ഷേപമാണ് കരുതുന്നത്. മാതാപിതാക്കന്മാരെ സ്നേഹിച്ച് ബഹുമാനിച്ചാൽ അവൻ്റെ പാപങ്ങൾ, കുറ്റങ്ങൾ ക്ഷമിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തി. അപ്പോൾ പാപക്ഷമ ലഭിക്കാൻ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. അങ്ങനെ പാപക്ഷമ സ്വീകരിക്കുന്ന ഒരു വ്യക്തി മാതാപിതാക്കൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും. വീണ്ടും മാതാപിതാക്കന്മാരെ സ്നേഹിക്കുമ്പോൾ, ബഹുമാനിക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരു അനുഗ്രഹമാണ് ദൈവം ആ വ്യക്തിയുടെ പ്രാർത്ഥന കേൾക്കും. മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന മക്കളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ബാറസ്യരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ, അല്ലെങ്കിൽ പ്രഭാഷണ പുസ്തകം 3-ാം അധ്യായം 6-7 വാക്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നു, സ്വന്തം പിതാവിനെ ബഹുമാനിക്കുന്നവൻ അവൻ്റെ മകളിൽ നിന്ന് സന്തോഷം അനുഭവിക്കും. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കപ്പെടുകയും അതിനുത്തരം ലഭിക്കുകയും ചെയ്യും. ഇവിടെ വചനം പറയുകയാണ്, സ്വന്തം പിതാവിനെ ബഹുമാനിക്കുന്നവൻ അവൻ്റെ മകളിൽ നിന്ന് സന്തോഷം അനുഭവിക്കും. അതുമാത്രമല്ല, അവൻ പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കപ്പെടുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യും. അതായത് ആരുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം വേഗത്തിൽ ഉത്തരം നൽകുന്നത്? ഇവിടെ വചനം പറയുന്നു, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്ന മക്കളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തും. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യുമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. അനേക നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ വേദനയോടെ, ഭാരത്തോടെ, നൊമ്പരത്തോടെ ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കുക. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ തടസ്സം എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതിന് പകരം, ആദരിക്കേണ്ടതിന് പകരം, അവരെ സ്നേഹിക്കേണ്ടതിന് പകരം അവരെ കുറ്റപ്പെടുത്തി, കളിയാക്കി, നിന്ദിച്ച്, പരിഹസിച്ച് അവരുടെ ശാപം പിടിച്ചു വാങ്ങിയതുകൊണ്ടാണോ എൻ്റെ പ്രാർത്ഥന ദൈവസ്ഥനിൽ എത്താത്തത് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. അദ്ദേഹം പറയുകയാണ്, അവൻ പ്രാർത്ഥിക്കുമ്പോൾ, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം അത് കേൾക്കുകയും അതിന് ഉത്തരം ലഭിക്കുകയും ചെയ്യുമെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തി. വീണ്ടും വചനം പറയുന്നു, മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചാൽ, അവരെ സ്നേഹിച്ചാൽ ആ മക്കൾ ശക്തന്മാരായി മാറും. ബാറസ്യരുടെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ മകനെ, നിന്റെ പിതാവിനെ നീ ബഹുമാനിക്കുന്ന മൂലം നീ സുശക്തനാകുക. നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും അവനെ ബഹുമാനിക്കുന്നതിന് മുടക്കം വരുത്തരുത്. വചനം പഠിപ്പിക്കുകയാണ്, മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചാൽ അവൻ ശക്തനായി മാറും. ഏതെല്ലാം മേഖലയിലാണോ ദൈവം അവനെ ഉയർത്തും, അവനെ ശക്തനാക്കി മാറ്റും. ഇന്ന് നമ്മുടെ പല മേഖലയിൽ ശക്തി ക്ഷയിച്ചിട്ടുണ്ടോ? ആരോഗ്യത്തിൽ ശക്തി ക്ഷയിച്ചിട്ടുണ്ടോ? സമ്പത്തിൽ ശക്തി ക്ഷയിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉയർച്ചയിൽ ശക്തി ക്ഷയിച്ചിട്ടുണ്ടോ? എവിടെയെല്ലാം നമ്മൾ ക്ഷയിച്ചിരിക്കുന്നത്, ശക്തി ക്ഷയിച്ചിരിക്കുന്നത്, അവിടെയെല്ലാം നമ്മൾ ബലപ്പെടുവാൻ, ശക്തി പ്രാപിക്കുവാൻ മാതാപിതാക്കന്മാരുടെ സ്നേഹവും ബഹുമാനവും അതിന് കാരണമായി തീരും. അതുകൊണ്ട് വചനം പറയുന്നു, മാതാപിതാക്കന്മാരെ മക്കൾ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം. അതിലൂടെ മക്കൾ ശക്തന്മാരായി മാറും, സുശക്തന്മാരായി മാറുമെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, തലമുറയിലേക്ക് ഒഴുകണമെങ്കിൽ നമ്മൾ മാതാപിതാക്കന്മാരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. അവരെ പ്രകോപിപ്പിക്കരുത്, അവരെ കളിയാക്കരുത്, നിന്ദിക്കരുത്, പരിഹസിക്കരുത് എന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ബാറസ്യരുടെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, പിതാവിനെ പരിത്യജിക്കുന്ന ദൈവദോഷത്തിന് തുല്യമാണ്, മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും. മാതാപിതാക്കന്മാരെ പ്രകോപിച്ച്, അവരെ കുറ്റപ്പെടുത്തി, അവരെ കളിയാക്കി, അവരെ പരിഹസിച്ച്, അവരെ നിന്ദിച്ച്, അവരെ അപമാനിച്ച്, അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച്, അവരെ വേദനിപ്പിച്ചാൽ, അവർ പ്രകോപിപ്പിച്ചാൽ അവരുടെ ശാപം തലമുറയിലേക്ക്, മക്കളിലേക്ക് കടന്നു വരുമെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തി. വീണ്ടും കർത്താവിന്റെ വചനം പറയുന്നു, മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് തലമുറയിലേക്ക് ശാപമായി കടന്നു വരും. ബാറസ്യരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, മാതാവിൻ്റെ ശാപമോ നിന്നെ വേരോടെ പറിക്കും. മാതാപിതാക്കന്മാരുടെ ശാപം അത് കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കും എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. മാതാപിതാക്കൾ കരയാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, വാർദ്ധക്യത്തിലോ എപ്പോഴെങ്കിലും അവരെ നിന്ദിച്ച്, പരിഹസിച്ച്, വേദനിപ്പിച്ച്, കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി അവർ മക്കൾ മുഖാന്തരം കരയേണ്ടി വന്നാൽ അത് തലമുറയിലേക്ക് അത് ശാപം കടന്നു വരാൻ കാരണമായി തീരുമെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുക.
അതുകൊണ്ട് മാതാപിതാക്കളെ നിന്ദിക്കരുത്. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ. സദൃശ്യവാക്യങ്ങൾ 23 അധ്യായം 22-25 വാക്യങ്ങൾ പറയുന്നു, നിന്നെ ജനിപ്പിച്ച അപ്പൻ്റെ വാക്ക് കേൾക്കുക, നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവർ നിന്ദിക്കരുത്, നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ, നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. അതായത് വാർദ്ധക്യത്തിൽ മാതാപിതാക്കന്മാരെ കൂടുതൽ സ്നേഹിക്കണം, അവരെ വേദനിപ്പിക്കരുത്. അവർ വൃദ്ധയായിരിക്കുമ്പോൾ അവർ നിന്ദിക്കരുത്. നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ, നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. അതായത് വാർദ്ധക്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും സ്നേഹവും നൽകേണ്ട ഒരു സമയമാണ് വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ. ഇന്ന് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലും നിന്ദനവും ഉണ്ടാകുന്നത് ഈ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലായിരിക്കുമ്പോഴാണ്. ആരോഗ്യമുള്ളപ്പോൾ അവർ സമ്പാദിച്ചത്, അവർ അധ്വാനിച്ചത് മക്കൾക്ക് സൗജന്യമായി തീരെഴുതി കൊടുക്കുമ്പോൾ അത് കിട്ടുന്നവരെ മാതാപിതാക്കളെ സ്നേഹിക്കും, അവരെ സന്തോഷിപ്പിക്കും. അവരിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് ബക്കറ്റിലേക്ക് വേസ്റ്റ് വലിച്ചെറിയുന്ന പോലെ അനാഥാലയങ്ങളിലേക്ക്, വൃദ്ധസദനങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. ഇന്ന് മാതാപിതാക്കളിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ അവരെ ഏതെങ്കിലും മൂലയിൽ, ഏതെങ്കിലും മുറിയിൽ പൂട്ടിയിടുന്ന ഒരു മനോഭാവമാണോ? അതിനും പറയുന്നു, തലമുറയിലേക്ക് ശാപം കടന്നു വരും. മാതാപിതാക്കന്മാരെ വേദനിപ്പിക്കരുത്. വൃദ്ധയായിരിക്കുമ്പോൾ അവർ നിന്ദിക്കരുത്. മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ സന്തോഷിക്കട്ടെ എന്നാണ് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്. പരസ്പര പുസ്തകം 3 അധ്യായം 12 വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാകരുത്. അതിനും പറയുന്നു, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. വാർദ്ധക്യത്തിൽ എന്തെല്ലാം സഹായമാണ് അവർക്ക് ആവശ്യം? വാർദ്ധക്യത്തിൽ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ അമ്മ ബാല്യത്തിൽ ഒരു ശിശുവായിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു? സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്തൊരു കുഞ്ഞിനെ ഭക്ഷണം വാരി കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു. ഇതുപോലെ വാർദ്ധക്യത്തിൽ മക്കൾ മാതാപിതാക്കളെ സഹായിക്കണമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. അതായത് വാർദ്ധക്യത്തിൽ ഭക്ഷണം അവർക്ക് വാരി കൊടുക്കുക, അവരെ കുളിപ്പിക്കുക, അവർക്ക് വസ്ത്രം ധരിപ്പിക്കുക, അവരെ ഒരു കൊച്ചു കുഞ്ഞിനെ പരിചരിക്കുന്ന പോലെ പരിചരിക്കാൻ ഏത് മക്കൾക്കാണോ ഒരു ഭാഗ്യം ലഭിക്കുന്നത് അവർ അനുഗ്രഹിക്കപ്പെടും, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. കാരണം വചനം പറയുകയാണ്, മകനെ നിന്റെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാകരുത്. ഇന്ന് ഇങ്ങനെ മാതാപിതാക്കളെ പരിപാലിക്കുന്ന മക്കൾ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമാണ്. ഇങ്ങനെ മാതാപിതാക്കളെ പരിപാലിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ആശ്വാസത്തിൻ്റെ, ഒരു നെടുവീർപ്പിൻ്റെ, ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു വാക്ക് അത് മക്കൾക്ക്, തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി തീരും. വാർദ്ധക്യത്തിൽ മക്കളെ ശപിക്കുന്ന മാതാപിതാക്കളായിത്തീരാൻ കാരണം മക്കൾ തന്നെയാണ്. പല മാതാപിതാക്കളും വാർദ്ധക്യ സഹജമായ രോഗങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ മകൻ എന്നെ അമ്മയെന്ന് വിളിക്കാൻ, അപ്പ എന്ന് വിളിക്കാൻ ഞാൻ കൊതിക്കുക. അപ്പോൾ അമ്മയെന്ന് വിളിക്കാൻ, അപ്പ എന്ന് വിളിക്കാൻ പോലും മനസ്സില്ല. അവരെ തിരിഞ്ഞു നോക്കാൻ സമയമില്ല. തിരക്കിൻ്റെ തിരക്കാണ്. മാതാപിതാക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല. അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ സമയമില്ല. അവർ മരുന്ന് കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ, അവർ കുളിച്ചോ, ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ സമയമില്ല. അവരുടെ അടുത്തിരിക്കാൻ, ആ മാറോട് ചേർന്നിരിക്കാൻ, ഒന്ന് കെട്ടിപ്പിടിച്ച് ആ സ്നേഹചുംബനം നൽകാൻ, ജീവിച്ചിരിക്കുമ്പോൾ ഒരു സ്നേഹചുംബനം നൽകാൻ കഴിയാത്തവരാണ് മരിച്ച് പെട്ടിയിൽ കിടക്കുമ്പോൾ എത്ര വേദനയോടെയാണ് കെട്ടിപ്പിടിച്ചുമ്മ കൊടുക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹത്തോടെ സ്നേഹചുംബനം നൽകാൻ കഴിയാത്തവർക്ക് എങ്ങനെ മൃതശരീരമായി കഴിയുമ്പോൾ പെട്ടിക്കിടക്കുമ്പോൾ എങ്ങനെ സ്നേഹത്തോടെ ചുംബിക്കാൻ സാധിക്കും? നാം തിരിച്ചറിയണം, അവർ കൊതിക്കുന്ന ഒരു സമയമാണ് വാർദ്ധക്യം. സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു സമയമാണ് വാർദ്ധക്യം. ഒരു കാര്യം നാം തിരിച്ചറിയണം, നാം വിതയ്ക്കുന്നത് നാം തന്നെ കൊയ്യും. നമ്മുടെ മാതാപിതാക്കന്മാരെ നാം എത്രമാത്രം സ്നേഹിക്കുന്നോ, ബഹുമാനിക്കുന്നോ, ആദരിക്കുന്നോ അതനുസരിച്ചായിരിക്കും നമ്മുടെ മക്കൾ നമ്മെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതിനും പറയുന്നു, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾ കളന്നു കിട്ടും. നിങ്ങൾ വിതയ്ക്കുന്ന തന്നെ നിങ്ങൾ കൊയ്യും. അപ്പോൾ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നതിലൂടെ, അവരെ ബഹുമാനിക്കുന്നതിലൂടെ, അവരുടെ അനുഗ്രഹം പിടിച്ചു വാങ്ങുന്നതിലൂടെ ഒരു കുടുംബം ആ അനുഗ്രഹത്തിൻ്റെ അടിത്തറമേൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയും. അതുകൊണ്ട് മാതാപിതാക്കന്മാരെ നിങ്ങൾ മക്കളെ അനുഗ്രഹിക്കണം. സാധാരണ ഞാൻ പറയുന്നുണ്ട്, മാതാപിതാക്കളെ ഇന്ന് ദൈവത്തിന് അനുഗ്രഹിക്കാൻ കരമില്ല.
മാതാപിതാക്കളുടെ കരങ്ങൾ വഴിയാണ് ദൈവം മക്കളെ അനുഗ്രഹിക്കുന്നത്. കാരണം ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത മാതാപിതാക്കളെയാണെങ്കിൽ ആ മക്കൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം, വസ്ത്രം, വിദ്യാഭ്യാസം, വിവാഹം, ജോലി, ഇതെല്ലാം ഇതുവരെ എന്തെല്ലാം ആ മകൾ നേടിയോ അതെല്ലാം മാതാപിതാക്കളുടെയാണെങ്കിൽ ആ മക്കൾക്കായി ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളും മാതാപിതാക്കളുടെ കരങ്ങൾ വഴിയാണ് ദൈവം നൽകുന്നത്. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളുടെ ശിരസിൽ കരം വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ പെയ്തിറങ്ങും. പ്രിയ മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ മുന്നിൽ മുട്ടുകുത്തി അവരുടെ അനുഗ്രഹം പിടിച്ചു വാങ്ങിയാൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കാരണം ദൈവത്തിന് അനുഗ്രഹിക്കാൻ കരങ്ങളില്ല. നിനക്ക് ജന്മം നൽകാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത മാതാപിതാക്കളെ ആണെങ്കിൽ നിനക്ക് ആവശ്യമായിരിക്കുന്ന വിദ്യാഭ്യാസം, വസ്ത്രം, ആഹാരം, ഇതെല്ലാം ദൈവം തന്നുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെയാണെങ്കിൽ നിനക്ക് ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെയാണ്. അതുകൊണ്ട് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം മക്കളുടെ കുടുംബങ്ങളുടെ അടിത്തറ ബലവത്താക്കും. ഒരു കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം മക്കളിലേക്ക്, അവരുടെ തലമുറയിലേക്ക് ഒഴുകണം. അതിനായി മാതാപിതാക്കളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. അങ്ങനെ അവരുടെ അനുഗ്രഹം പിടിച്ചു വാങ്ങണം. അവിടെ മുന്നിൽ മുട്ടുകുത്തി അനുഗ്രഹം മേടിക്കണം. മാതാപിതാക്കൾ മക്കളെ കരം വെച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം മക്കളുടെ കുടുംബങ്ങളെ ബലവത്താക്കും, അവരുടെ അടിത്തറ ബലവത്താക്കും. അതുകൊണ്ട് മാതാപിതാക്കന്മാർ മക്കളെ അനുഗ്രഹിക്കുവാനും മക്കൾ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം പിടിച്ചു വാങ്ങാൻ തക്കവണ്ണം അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ആ കുടുംബം ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറുകയും, അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവൻ നയിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഇനി മാതാപിതാക്കൾ മരിച്ചുപോയി, ഇനി എങ്ങനെ അവരുടെ സ്നേഹവും ബഹുമാനവും പിടിച്ചു വാങ്ങും? മരിച്ചുപോയ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ നമുക്ക് പറ്റുമോ? ഇവിടെ നാം തിരിച്ചറിയുന്നത് മാതാപിതാക്കൾ മരണം വഴി ലോകത്ത് വേർപെട്ടാലും അവരുടെ ആത്മാവ് ജീവിച്ചിരിക്കുക. മനുഷ്യന് മരണമില്ല. ശരീരം ആത്മാവ് വേർപെട്ടാലും ആത്മാവ് ജീവിച്ചിരിക്കുന്നുണ്ട്. ആത്മാവിനെ ബഹുമാനിക്കണം. എങ്ങനെ? ആ വ്യക്തി, എൻ്റെ മാതാപിതാക്കന്മാർ ആരെങ്കിലും മരണം വഴി വേർപെട്ടു പോയെങ്കിൽ അവരുടെ മരണ ദിവസം അവരുടെ പേരിൽ നല്ല നന്മപ്രവൃത്തികൾ, പുണ്യപ്രവൃത്തി ചെയ്യുക. എൻ്റെ മാതാപിതാക്കന്മാർ മരണം വഴി വേർപെട്ടു പോയെങ്കിൽ അവരുടെ വിശുദ്ധ കുർബാനയിൽ അവരുടെ പേരോർത്ത് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുക. അവർ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത നന്മകളെല്ലാം ഏറ്റുപറഞ്ഞ് അവരുടെ നല്ല പ്രവൃത്തികളെ അനുകരിക്കുക. അവരുടെ ജന്മദിവസം, മരണദിവസം എന്തെങ്കിലും പുണ്യപ്രവൃത്തികൾ, കാരുണ്യപ്രവൃത്തികൾ അവരുടെ പേരിൽ ചെയ്യുക. ഇത് അവരെ മരിച്ചുപോയ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനുമുള്ള ഒരു അവസരമായി നാം കാണണം. അങ്ങനെ മാതാപിതാക്കന്മാർ മക്കളെ അനുഗ്രഹിക്കുവാനും മക്കൾ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം പിടിച്ചു വാങ്ങുവാനും ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്താൽ ആ കുടുംബം ഒരു അനുഗ്രഹമായി മാറുകയാണ്. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവൻ നയിക്കാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനായി നന്ദി പറയുന്ന കർത്താവേ, വചനമാകുന്ന പാറമേൽ ഞങ്ങളുടെ കുടുംബജീവിതം പണിയപ്പെടുവാൻ കർത്താവ് ഞങ്ങൾ കേൾപ്പിച്ച വചന മുഖാന്തരം മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം മക്കളുടെ കുടുംബങ്ങളുടെ അടിത്തറയെ ബലവത്താക്കുമെന്നുള്ള ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ, മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം പിടിച്ചു വാങ്ങുവാൻ, മാതാപിതാക്കന്മാർ മക്കളുടെ ശിരസിൽ കരം വെച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഓരോ കുടുംബത്തിനുണ്ടാവാൻ ഞങ്ങൾ വ്യക്തിപരമായി കുടുംബമായി പ്രാർത്ഥിക്കുന്നു. പിതാവെടുത്ത് പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാതാപിതാക്കളന്മാരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മക്കൾക്കൊരു അനുഗ്രഹമായി തരുവാൻ, തലമുറകൾക്കൊരു അനുഗ്രഹമായി, അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുന്നവരായി തരുവാൻ, ശകാരത്തിന് ശകാരം പകരം ചെയ്യാതെ, ദോഷത്തിന് ദോഷം പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിട്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ അനുഗ്രഹിക്കുന്ന മാതാപിതാക്കളായി തരുവാൻ എല്ലാ മാതാപിതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കർത്താവെ, നിനക്ക് അനുഗ്രഹിക്കാൻ കരമില്ലല്ലോ. മാതാപിതാക്കളുടെ കരങ്ങൾ വഴി മക്കളെ നീ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കന്മാരുടെ മുന്നിൽ മുട്ടുകുത്തി എളിമപ്പെട്ട് അവരുടെ മുന്നിൽ ക്ഷമയോടെ സ്നേഹത്തോടെ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം പിടിച്ചു വാങ്ങുവാൻ എല്ലാ മക്കൾക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളെ, അവരുടെ മക്കളെല്ലാം ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളും കുടുംബമായി അനുഗ്രഹം പ്രാപിക്കാൻ, അഭിവൃദ്ധി പ്രാപിക്കാൻ, ഉയർച്ച പ്രാപിക്കുവാൻ
അവിടുന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ ശുദ്ധികൾ പ്രാർത്ഥിക്കണമേ. കർത്താവിന് രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ മഹത്വത്തോട് മാത്രം എടുക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. Somebody